സുഹൃത്തുക്കളെ, ഞാൻ മുനീർ ഓട്ടോക്കാരൻ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ മുഖത്ത് നോക്കിയ സന്തോഷം കണ്ട എൻ്റെ മുഖത്താണ്. അപ്പോൾ ഇന്ന് ഡിസംബർ 1-ാം തീയതി കേട്ടാ. എൻ്റെ വീടിൻ്റെ പാലുകാച്ചൽ നവംബർ 28-ാം തീയതി കഴിഞ്ഞ് ഡിസംബർ 1-ാം തീയതി ചെറിയൊരു ഫംഗ്ഷൻ, അതായത് നമ്മുടെ ബന്ധുക്കാരും എല്ലാവരും ചേർന്നിട്ടുള്ള ചെറിയൊരു ഫംഗ്ഷനാണ് കേട്ടോ ഇവിടെ നടക്കാൻ പോകുന്നത്. എൻ്റെ ബന്ധുക്കാരെല്ലാം വന്നിട്ടുണ്ട് കേട്ടോ. എൻ്റെ ബാക്കിലെല്ലാം നമ്മുടെ ബന്ധുക്കാരും പെങ്ങന്മാരും പിന്നെ ഉമ്മ വാപ്പ എല്ലാവരും ഉണ്ട്. ഇത് നോക്കി എന്താ. അപ്പം നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ അടങ്ങിയ വീഡിയോയിലേക്ക് പോയാലോ. ഹായ് സുഹൃത്തുക്കളെ, നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടതിലും വ്യത്യസ്തമായിട്ട് എൻ്റെ വീട് കുറച്ചും കൂടി ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ട്. നോക്കിയേ, സ്റ്റെയറിൻ്റെ മുകളിൽ സ്ക്വയർ ഗോൾഡൻ കൊടുത്തിട്ടുണ്ട്. നമ്മളിത് എവിടെ നിന്നാണ് പർച്ചേസ് ചെയ്തത്? ആമസോണിൽ നിന്നാട്ടാ ഇത് പർച്ചേസ് ചെയ്തത്. ഇത് നോക്കിയേ, വെറൈറ്റി ഒരു സംഭവം ഉണ്ട് കേട്ടാ. നോക്ക്, ഒരു പായ്ക്കപ്പൽ എന്നും പറയും. നോക്കിയേ, എങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ. ഇത് നമ്മൾ കോഴിക്കോട് നിന്ന് വരുത്തിച്ചാണ് കേട്ടാ, കോഴിക്കോട് ബേപ്പൂരിൽ നിന്ന്. അടുത്തത് നോക്കിയേ, 3D ക്ലോക്ക് അല്ലേ. ഇത് മീഷോയിൽ നിന്ന് പർച്ചേസ് ചെയ്താണ് കേട്ടാ. എങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ. നോക്കിയേ, ഇത് ആരൊക്കെ ഇരിക്കണേ നോക്കിയേ. റിനുവിന് കാണാൻ വേണ്ടിയിട്ടാ. ഇതെൻ്റെ പെങ്ങളാണ് ഷെറീന. ഇത് മൂത്ത പെങ്ങള്. ഇത് മൂത്ത പെങ്ങളുടെ മോൻ ഷാഫിന്റെ ഹായ് പറ. സോറി, ഷാറു പേര് മാറിപ്പോയി. ഇത് ഉമ്മയുടെ അനിയത്തി. ഇതെൻ്റെ ജ്യേഷ്ഠൻ്റെ ഭാര്യ. ഇത് ജ്യേഷ്ഠൻ. ഇത് വാപ്പ. പേര് പറഞ്ഞോടി. ആയിഷ ഹന്ന. നോക്കിയേ, ഇതൊരു ഉമ്മേട്ടാ. നോക്ക്, ജാസ്മി. ഇതെന്റെ മോള് ജാസ്മി, ഷാറു. എല്ലാരും പെട്ടെന്നോട്ടൊന്ന് പരിചയപ്പെടുത്തേണ്ടാ. ഇതെന്റെ ഉമ്മയുടെ മൂത്ത ജ്യേഷ്ഠത്തി. ഒരു ഹായ് പറഞ്ഞു, ഹായ് പറ. നോക്കിയേ, ആരെ കിടക്കണേ നോക്കിയേ. അവൻ മൊബൈലിൽ കളിച്ചോണ്ടിരിക്കേണ്ടാ. അടുക്കളയിലേക്ക് വരികയാണ്. ഇത് ജാറ അടിപൊളി കുട്ടപ്പനായിട്ട് ഇപ്പം കേട്ടാ. ഇത് ആൻറ്റി, ഇതെൻ്റെ വൈഫിൻ്റെ ഉമ്മ. ആൻറ്റി റിജാസ്. ഇതാണ് റിജാസ് നാണം കൊണ്ട് മുഖം മറച്ചുകൊണ്ടിരുന്ന. സോറി, റിഷാദ്. പേര് മാറിപ്പോണ്. നമ്മുടെ വീടിന്റെ ഇന്റീരിയല് ജിപ്സം വർക്ക് ചെയ്ത ആളാണ് നിൽക്കുന്നത്. ഒരു ഹായ് പറഞ്ഞു. എന്തായാലും സംഭവം അടിപൊളിയായിട്ടുണ്ട് കേട്ടോ, അടിപൊളി ഉഷാറായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് ആൾക്കാരെ മാത്രമേ ക്ഷണിച്ചിട്ടുള്ളൂ കേട്ടോ. അവരൊക്കെ ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ എത്തുകയായി. ഇതേ റിഷാദിനെ പരിചയപ്പെടുത്തില്ലല്ലോ. റിഷാദ് നോക്കണേ, എന്നെ മാത്രം പരിചയപ്പെടുത്തില്ല. റിഷാദ് ഹായ് പറഞ്ഞു. ഇതിലേക്കുള്ള ഭക്ഷണം റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ജലീലാണ് കേട്ടോ ഭക്ഷണം പാചകം ചെയ്തത്. നെയ്ച്ചോറ് ഇറച്ചിയാണ്. നെയ്ച്ചോറ് ഇവിടെ റെഡി ആയിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ജലീല് പൊട്ടിക്കാൻട്ടാ. നെയ്ച്ചോറും ഇറച്ചിക്കറി. എന്താ കുറുറാനായിട്ടിരിക്കണത്. നീ കഴിച്ചു നോക്കിയിട്ട് ബാക്കി പറയാം. എന്നാ ചോറ് പൊട്ടിച്ചോ. ചോറിനത് ഇളക്കണ്ടേ അല്ലേ? ഞാൻ ഒരു സൈഡ് പൊട്ടിച്ചെടുത്താൽ പോരെ? ഓക്കെ. അമ്പോ അതെ ധാരാ വന്നത് നോക്കിയ ഇബ്രാഹിം കുട്ടിന്റെ വീഡിയോ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് കേട്ടാ. ബജാജ് ഇലക്ട്രിക് ഓട്ടോ. അതായത് ഇബ്രാഹിം കുട്ടിയാണ് എറണാകുളത്ത് രണ്ടാമത് ബജാജിന്റെ ഇലക്ട്രിക് ഓട്ടോ അല്ലേ? ഓക്കെ. ഇബ്രാഹിം കുട്ടി നമ്മുടെ വീട് താമസിച്ച് വന്നിരിക്കുകയാണ്. വളരെയധികം സന്തോഷം കേട്ടാ. വീട് എങ്ങനെയുണ്ട്? അതെ, ഭക്ഷണം ഇപ്പം ഇരിക്കല്ല, ഭക്ഷണം റെഡിയാണ്.
എൻ്റെ വീട് പണിത മെറ്റാലിക്കയുടെ സ്റ്റാഫുകളാണ് കേട്ടോ ഭക്ഷണം കഴിക്കുന്നത്. ഹലോ, പേര് പറഞ്ഞു? ആന്റണി. ആന്റണി. എന്താ? കൃഷ്ണൻ. സഗീർ. പറഞ്ഞോ. മനോജ്. ഫിറോസ്. ഇത് നമ്മുടെ ബന്ധുക്കാരാണ് കേട്ടാ ഈ മൂന്നെണ്ണം. ആരോ നോക്കുന്നത്? അഷ്റഫ് വന്നേക്കണ്. വാ, കേറ്. ഇരിക്കാൻ സ്ഥലം കിട്ടിയില്ല. അവിടെ നിങ്ങളെ പരിചയപ്പെട്ടില്ലല്ലോ. ബൈജു. പോയണാ? വാപ്പൂരില്ലേ? ആരാ നിൽക്കണൊക്കെ? സ്വരൻ. വീട് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടിയില്ലേ? പിന്നെ എന്നിട്ട് ശേഷം വീട് കണ്ട എങ്ങനെയുണ്ട്? വീട് എങ്ങനെയുണ്ട്? അമ്പോ, ഇതാരാ വന്നേന്ന് നോക്കി? നമ്മുടെ വീട് പണി കഴിപ്പിച്ചത് മെറ്റാലിക്ക കമ്പനിയുടെ ഓണർ റസാഖ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് റസാഖിനെ കുറിച്ച്. റസാഖ് വന്നേക്കണേ കേട്ടാ. ബാബാ, കേറി. കേറിക്കൂ. സുഹൃത്തുക്കളെ, എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. അതെ, നമ്മുടെ മെയിൻ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് കേട്ടാ. നമ്മുടെ വീഡിയോയിൽ സ്ഥിരം കാണുന്ന മെയിൻ ആൾക്കാരൊക്കെ. ആരാ നോക്കി? അമ്പോ, അതെ ഈ നിൽക്കണ ആരാ നോക്കി? നീല ഷർട്ടൊക്കെ ഇട്ട് നല്ല ചുരുളനായിട്ട് മട്ടാഞ്ചേരി നൗഷാദ്. പാർട്ടിയാണ് കേട്ടാ വന്നേക്കണത്. ഫോർട്ട് കൊച്ചി. നമ്മുടെ വീഡിയോയിൽ കാണുന്ന ആൾക്കാരാണ്. അതെ, മരക്കടവ് നിഷാദ്. അപ്പോൾസറി വീരൻ. നിങ്ങൾക്ക് പേരിട്ടിട്ടാ അപ്പോൾസറി വീരൻ. അതെ, രാകേഷ്. പേര് മറന്നുപോയി. ഷമീർ. വേറൊരാളും കൂടി ഉണ്ടല്ലോ. സുഹൈൽ. സ്വരൻ. പിന്നെ നമ്മുടെ ശ്രീജിത്ത് വരും കേട്ടാ. ഇപ്പം തന്നെ ഓട്ടോ ബോഡി വർക്കർ ശ്രീജിത്തിൻ്റെ ഒക്കെ വീഡിയോ നമ്മുടെ ചാനലിൽ കുറേ ചെയ്തിട്ടുണ്ട്. പേര് പറഞ്ഞോ? സിയാദ്. റാഫി. സിയാദ്. സ്വാദിത്ത്. നമുക്ക് ഭക്ഷണം കഴിച്ചാലോ നൗഷാദേ? അതെ അല്ലേ? അപ്പൊ അവര് വരട്ടെ. അതെ, ആരാ വന്നേ നോക്കിയേ? ശരിക്കും ഒരു സിനിമാന്റെ ലുക്ക് ഉണ്ട് അല്ലേ റിയാസിനെ കാണാൻ? ഇപ്പോഴാണ് വെൽ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് കാണുന്നത്. മറ്റേന്ന് വെച്ചാൽ വർക്ക്ഷോപ്പ് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നോക്കിയേ. നോക്കിയേ ആ വ്യൂ നോക്കിയേ, എന്താ ലുക്കാ നോക്കിയേ. വേറൊരാൾ കൂടി വന്നിട്ടുണ്ട് കേട്ടാ. ശ്രീജിത്ത് എവിടെ? ശ്രീജിത്ത് ഓട്ടോ ബോഡി വർക്കർ. പുള്ളിയുടെ വർക്ക്ഷോപ്പിന്റെ വീഡിയോ ഒക്കെ നമ്മ ഇഷ്ടം പോലെ ചെയ്തിട്ടുണ്ട് കേട്ടാ. ഈ ഇടയായിട്ട് ചെയ്യില്ല. ശ്രീജിത്ത് എന്താ വിളിക്കാത്ത? എന്താണ് വിളിക്കുന്നേ? നമുക്കൊന്ന് വീഡിയോ അടിപൊളി വീഡിയോകളൊക്കെ ചെയ്യാം. ആര്? കമന്റിൽ ഞാൻ കണ്ടായിരുന്നു. ശ്രീജിത്തെ, നല്ലൊരു വർക്ക് നമുക്ക് വീഡിയോ എടുക്കാം കേട്ടാ. അപ്പൊ ഞാനും വിചാരിച്ചു എന്താ വിളിക്കാത്തേന്ന്. എന്തെങ്കിലും വെറൈറ്റി രീതിയിലുള്ള പണിയൊക്കെ വേണമെങ്കിൽ വിളിക്ക്, നമുക്ക് ചെയ്യാം. നോക്കിയേ, പേരെന്ന് പറഞ്ഞോ? അതല്ലേ ശ്രീജിത്തിന്റെ ചേട്ടന്മാരാണ്. അതെ നോക്കിയേ. അപ്പൊ ശ്രീജിത്തെ ഭക്ഷണം കഴിച്ചാലോ? നൗഷാദേ കഴിക്കാ? മരക്കടോ നിഷാദേ? നോക്കണോ ടാകടെ വീടരുതേ. ഓയ്, ഭക്ഷണം കഴിക്കാം നമുക്ക്. എന്തിനാ? എക്സ്ട്രാ ഫിറ്റിംഗ്സ് ഒക്കെ കഴിഞ്ഞ് ഡോറിന്റെ ഫ്രണ്ടിലെ ഒരു കുത്തൊയ്പ് കൊടുത്താല. അത് വേറൊരു സംഭവം ചെയ്തേക്കണ എന്താന്നറിയാമോ? മരക്കടവ് നിഷാദിനെ മറ്റേ ബോട്ട് അല്ലേ, ഉരു നമ്മൾ വലുതാക്കിയിട്ട് നമ്മുടെ വീടിന്റെ ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട്. നൗഷാദേ ബാ, ഭക്ഷണം കഴിക്കാം. ശ്രീജിത്തേ സ്വരൻ വീഡിയോയില് കാണാറുണ്ടെന്ന് തോന്നല്ലേ? വാ ലാസ്റ്റാണ്, നമുക്ക് ഒരുമിച്ച് ഇരിക്കാം. ഞാൻ കഴിച്ചിട്ടില്ല. ബാ ഇറങ്ങിക്കൊന്നാ. വാ സാധനം തണുത്തു. നൗഷാദേ ഭക്ഷണം എങ്ങനെയുണ്ട്? രാകേഷേ എങ്ങനെയുണ്ട് ഭക്ഷണം? റിയാസേ എങ്ങനെയുണ്ട്? ഇതാണ്ടാ ഭക്ഷണം വെച്ച ആള് ജലീൽ.
വയറച്ച് കഴിക്കട്ടാ വയറച്ച് കഴിക്കേ. അടുത്ത ടീം ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കണേട്ടാ. ശ്രീജിത്തൊക്കെ ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കണേ. ശ്രീജിത്തിന്റെ ഒപ്പം ഞാൻ കഴിക്കാൻ പോണേട്ടാ ഭക്ഷണം. സലീമിക്ക, ഇത് നമ്മുടെ ഇവിടുത്തെ കൗൺസിലറാണ് കേട്ടാ, സലീം പൊതുവന. ഇരിക്കട്ടെ, നമുക്ക് ലൈവ് ഇരിക്കാം. ഇത് നമ്മളെ വീട് പറക്കലിന്റെ അവസാന പന്തിയാട്ടാ. അവസാന പന്തി ഇന്ന് എനിക്ക് ശ്രീജിത്തിനോട് കൂടി ഭക്ഷണം കഴിക്കാനാണ് പഠിച്ചാൽ തീരുമാനിച്ചേക്കുന്നത്. അപ്പൊ ഞാൻ ശ്രീജിത്തിനോട് അവസാന പന്തി ഇരുന്ന് ഭക്ഷണം കഴിക്കട്ടാ. എല്ലാവരും ഭക്ഷണം കഴിച്ചിട്ടാ. ഭക്ഷണമൊക്കെ പാക്കറ്റ് നല്ല അടിപൊളി. അപ്പൊ ഓക്കെ, ശരി എന്നാ, ബൈ.